എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോട്ടി എങ്ങനെ ഒലത്തുന്നതെന്ന് പറഞ്ഞു തരാനാണ് പോകുന്നത്. അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. പോട്ടി മേടിച്ചുകൊണ്ട് വന്നതിന് ശേഷം 5 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിന് ശേഷം കുക്കറിൽ പോട്ടി ഇട്ടതിന് ശേഷം ഉപ്പും മഞ്ഞളും ചേർത്ത് 5 പ്രാവശ്യം വിസിലടിപ്പിക്കണം. ഇതിപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത കൂട്ടിലേക്ക് നമുക്ക് പോകാം. ഇതിന് വേണ്ടത് കൊച്ചുള്ളി, വലിയ ഉള്ളി 2 എണ്ണം, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, തേങ്ങാക്കൊത്ത്, ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഇപ്പോൾ നമ്മളെല്ലാം അരിഞ്ഞ് കഴിഞ്ഞു. ഇപ്പോൾ പാൻ ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. കടുക് ഇടാൻ പോവുകയാണ്. വെളുത്തുള്ളി ഇടാൻ പോവുകയാണ്. അടുത്ത ഇഞ്ചി ഇടാൻ പോവുകയാണ്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി സബോളയും ഉള്ളി ഇടാൻ പോവുകയാണ്. ഇനി ഇത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഉപ്പിടണം. അത് മൂക്കാനായിട്ടാണ്. ഉപ്പിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇത് മൂക്കാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. അടുത്തത് തേങ്ങാക്കൊത്താണ് നമ്മൾ ഇടാൻ പോകുന്നത്. രണ്ട് പച്ചമുളകാണ് ഇടുന്നത്. ഇനി ഇത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഇറച്ചിക്കൊക്കെ നമ്മൾ ചെയ്യുന്ന കണക്ക് നമ്മളിത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. 2 സ്പൂൺ മുളക് പൊടിയാണ് നമ്മളിപ്പോൾ ഇടുന്നത്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. ആവശ്യത്തിന് മസാല, ആവശ്യത്തിന് കരിയാപ്പല. ഇനി നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന പോട്ടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കണം നല്ലപോലെ. നമുക്കിതിന് അടച്ച് വെക്കണം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി ഇടാം. ഇനി ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് വെക്കണം. ഇപ്പോൾ നമ്മുടെ പോട്ടി ഒലത്തിയത് റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. പോട്ടി ഒലത്തിയത് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് മനസ്സിലായി കഴിഞ്ഞെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ അടുത്ത വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.